അമേരിക്കയിലെ അതിവേഗ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഡെവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച രാത്രി നാടകീയമായ ഒരു ദുരന്തം അരങ്ങേറി. റൺവേയുടെ സുരക്ഷാ വേലികൾ മറികടന്ന് അകത്തുകയറിയ അജ്ഞാതൻ പറന്നുയരാൻ തുടങ്ങിയ വിമാനമിടിച്ച് കൊല്ലപ്പെട്ടു. അപകടത്തെ തുടർന്ന് വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിച്ചെങ്കിലും പൈലറ്റിന്റെയും രക്ഷാപ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ വലിയൊരു വിമാന ദുരന്തം ഒഴിവാക്കി. ഡെൻവറിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് 224 യാത്രക്കാരുമായി പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു ഫ്രോണ്ടിയർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 4345 എന്ന എയർബസ് A321 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലൂടെ അതിവേഗം കുതിച്ചു തുടങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ സുരക്ഷാ വേലികൾ കടന്ന് ഒരാൾ വിമാനത്തിന് മുന്നിലേക്ക് ഓടിയെത്തിയത്. റൺവേയിൽ കുതിച്ചുവാഞ്ഞ് വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിനിലോ ചിറകിന്റെ ഭാഗത്തോ ആണ് ഇയാൾ ഇടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അതിശക്തമായ ഇടിയുടെ ആഘാതത്തിൽ ഈ അജ്ഞാതൻ സംഭവ സ്ഥലത്ത് തന്നെ തൽക്ഷണം മരണപ്പെട്ടു. ഇടിയെ തുടർന്ന് വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിന് തീ പിടിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനത്തിനുള്ളിൽ പുക നിറയുകയും ചെയ്തത് യാത്രക്കാരെ കടുത്ത പരിഭ്രാന്തിയിലാക്കി. ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് നടന്ന അപകടമായതിനാൽ പൈലറ്റിന് വിമാനം അടിയന്തരമായി റൺവേയിൽ തന്നെ നിർത്താൻ സാധിച്ചത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. തീയും പുകയും കണ്ടതോടെ യാത്രക്കാർ പരിഭ്രാന്തരായെങ്കിലും വിമാനത്താവളത്തിലെ ഫയർ ഡിപ്പാർട്ട്മെന്റ് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലത്തെത്തി തീ അണയ്ക്കുകയും എമർജൻസി സ്ലൈഡുകൾ വഴി യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇയാൾ എങ്ങനെ പ്രവേശിച്ചു എന്നതിനെ കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും നിലവിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. അപകടം നടന്ന നിമിഷം തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൈമാറിയ പരിഭ്രാന്തി നിറഞ്ഞ സന്ദേശം ഈ സംഭവത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു. ഞങ്ങൾ ഒരാളെ ഇടിച്ചിട്ടിരിക്കുന്നു, എഞ്ചിന് തീ പിടിച്ചിരിക്കുന്നു, ഉടൻ സഹായം വേണം എന്ന പൈലറ്റിന്റെ അടിയന്തര സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ ഓഡിയോയിൽ അതീവ ഗൗരവത്തോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലൂടെ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആഘാതം ഉണ്ടായത്. ഈ ആഘാതം ഉണ്ടായത് എന്നതിനാൽ പൈലറ്റിന്റെ മനക്കരുത്തും കൃത്യസമയത്തെ തീരുമാനവും ഇവിടെ നിർണായകമായി. വിമാനം പറന്നുയരാൻ ആവശ്യമായ വേഗത കൈവരിച്ചിരുന്നിട്ടും അപകടമറിഞ്ഞ നിമിഷം തന്നെ ടേക്ക് ഓഫ് ഒഴിവാക്കി വിമാനം റൺവേയിൽ തന്നെ സുരക്ഷിതമായി നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. വിമാനം പറന്നുയർന്നുവെങ്കിൽ എഞ്ചിനിലെ തീ പടർന്ന് ആകാശത്ത് വെച്ച് വിമാനം തകരാൻ സാധ്യത ഉണ്ടായിരുന്നുവെന്നും പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ 224 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച വലിയൊരു മുൻകരുതലായി മാറിയെന്നും അധികൃതർ വിലയിരുത്തുന്നു. റിപ്പോർട്ട് പ്രകാരം വിമാനത്തിന്റെ വലതുവശത്ത് തീയും പുകയും കണ്ടതോടെ യാത്രക്കാർ ഭയന്നു വിറച്ച നിമിഷങ്ങളായിരുന്നു അത്. വിമാനം ടേക്ക് ഓഫിനായി വേഗത കൈവരിക്കുന്നതിനിടെ ജനാലയിലൂടെ പുറത്തെ എഞ്ചിനിൽ നിന്ന് തീനാളങ്ങൾ പടരുന്നത് കണ്ടതോടെ യാത്രക്കാർ ഒന്നടങ്കം പരിഭ്രാന്തിയിലായി. വിമാനം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കുമെന്നും ഞാൻ വെന്തു മരിക്കുമെന്നുമാണ് അപ്പോൾ കരുതിയത് എന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്ന ജോസ് സെർവാൻസ് എന്ന യാത്രക്കാരൻ പിന്നീട് മാധ്യമങ്ങളോട് തന്റെ നടുക്കം പങ്കുവച്ചു. എഞ്ചിനുള്ളിൽ തീ പടർന്നതിനെ തുടർന്ന് ക്യാബിനുള്ളിൽ പുക ഉയർന്നത് ശ്വാസമുട്ടലിനും വലിയ തോതിലുള്ള ബഹളത്തിനും കാരണമായെങ്കിലും വിമാനത്തിലെ ക്രൂ അംഗങ്ങൾ അസാമാന്യമായ സംയമനം പാലിച്ച് യാത്രക്കാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അറിഞ്ഞ ഉടൻ തന്നെ ഡെൻവർ ഫയർ ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തെത്തുകയും നിമിഷങ്ങൾക്കുള്ളിൽ തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. തുടർന്ന് എമർജൻസി സ്ലൈഡുകൾ വഴി യാത്രക്കാരെ ഓരോരുത്തരായി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഈ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾക്കിടയിൽ 12 യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകൾ ഏൽക്കുകയും ഇതിൽ 5 പേരെ കൂടുതൽ പരിശോധനകൾക്കായി മുൻകരുതൽ എന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ യാത്രക്കാരും അധികൃതരും. ഡെൻവർ വിമാനത്താവളത്തിലെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഈ അജ്ഞാതൻ എങ്ങനെ പ്രവേശിച്ചു എന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അധികൃതരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. സംഭവത്തെക്കുറിച്ച് ഗതാഗത സെക്രട്ടറി ഷോൺ ഡെഫി നൽകുന്ന വിശദീകരണം അനുസരിച്ച് സുരക്ഷാ വേലികൾ മനഃപൂർവ്വം ചാടിക്കടന്നാണ് ഇയാൾ റൺവേയിലേക്ക് അതിക്രമിച്ചു കയറിയത്. മരിച്ച വ്യക്തിക്ക് വിമാനത്താവളവുമായി യാതൊരു ഔദ്യോഗിക ബന്ധമില്ലെന്നും ഇയാൾ അവിടുത്തെ ജീവനക്കാരനല്ലെന്നും ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇയാളുടെ പേരോ മറ്റ് വ്യക്തിഗത വിവരങ്ങളോ ഇയാൾ എന്തിനാണ് റൺവേയിലേക്ക് ഓടിയെത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും സംയുക്തമായി വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിമാനത്താവളത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ പരിശോധിക്കുന്നതിനൊപ്പം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം. അപകടത്തെ തുടർന്ന് ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അതീവ തിരക്കുള്ള പ്രധാന റൺവേ സുരക്ഷാ പരിശോധനകൾക്കായി താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അധികൃതർ നിർബന്ധിതരായി. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് നേരിട്ട മാനസികാഘാതവും അസൗകര്യവും കണക്കിലെടുത്ത് അവരെ സുരക്ഷിതമായ മറ്റൊരു വിമാനത്തിൽ അന്നു തന്നെ ലോസ് ഏഞ്ചൽസിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണം
ക്രമീകരണങ്ങൾ ഫ്രോണ്ടിയർ എയർലൈൻസ് അധികൃതർ വേഗത്തിൽ പൂർത്തിയാക്കി. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാനും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. റൺവേ പോലുള്ള അതീവ സുരക്ഷാ മേഖലകളിലേക്ക് അതിക്രമിച്ചു കയറുന്നത് തടയാൻ ഭൗതികമായ വേലികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കർശനമായ മറ്റ് നിരീക്ഷണ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.